ഹായ് ഫ്രണ്ട്സ്, അനു ആൻഡ് വിത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ കിറ്റീസിൻ്റെ കുറേ ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടില്ലേനോ? കാണാത്തവർ ഉണ്ടാവും ചിലപ്പം. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടി ഞാനതൊരു ലോങ് വീഡിയോ ആക്കിയ. ലോങ് വീഡിയോ വെച്ചാൽ കിറ്റീസിൻ്റെ എല്ലാ വീഡിയോസും കൂടി ഒന്നാക്കിങ്ങാണ്ട് ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താക്കാണ്ടിയേ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ, ലൈക്കും ഷെയറും ചെയ്യണേ. നേരെ വീഡിയോയിലേക്ക് പോവാം. സ്വാഗതം എന്ന് പറയും എല്ലാവർക്കും. എടാ സ്വാഗതം അങ്ങനെ പറയും. എല്ലാവർക്കും സ്വാഗതം. അറിയില്ല. പറയില്ലേ? ഇല്ല. അയ്യോ അവർ കൈയടിച്ചല്ലേ. ഇനി പറയൂ, വാട്ട് ഈസ് യുവർ നെയിം? കിറ്റി. കിറ്റി, നല്ല പേരല്ലേ? അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. കിറ്റി, നീ എന്നെ പരിചയപ്പെടുത്തു. അത് വേണോ? അത് വേണം. പറയൂ, വാട്ട് ഈസ് മൈ നെയിം? കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ വെറുതെ നാണം കെടുത്തരുത്. അയ്യോ കിറ്റി, നമ്മൾ എന്തിനാ വന്നേ? സംസാരിക്കാനാ വന്നേ അല്ലേ? എന്താണ് വിഷയം? വെള്ളം അല്ലേ? എത്ര ശതമാനം വെള്ളമുണ്ട്? 70. ഇയാള് പറയണ്ട. നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമുണ്ട്. അപ്പൊ നമ്മുടെ രക്തത്തിലോ? 90. ഇയാള് പറയണ്ട. ഞാൻ പറയുന്നില്ല. സോറി, അറിയാതെ പറഞ്ഞു പോണതാ. അറിയാതെ പറഞ്ഞു പോവണ്ട. ഞാൻ കണ്ടില്ല കേട്ടോ. മിണ്ടണ്ട. ചോദിച്ചാലും കണ്ടില്ല. ചോദിച്ചാലും മിണ്ടണ്ട. അപ്പോ കണ്ടില്ല. പറയാം. കണ്ടില്ല. കിറ്റി, മിണ്ടരുതട്ടാ. മിണ്ടുവോ? ഇനി മിണ്ടൂല. അപ്പോ നമ്മുടെ രക്തത്തിൽ 90% വെള്ളമുണ്ട്. അപ്പൊ നമ്മുടെ തലച്ചോറിലോ? ഇതിനകത്ത് വെള്ളം മാത്രമുണ്ട്. ഇയാള് ശരിയാവൂലട്ടാ. ഞാൻ മിണ്ടുന്നില്ല. അപ്പോ നമുക്ക് മനസ്സിലായില്ലേ, തലച്ചോറിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ളതെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ തലച്ചോറിൽ 95% വെള്ളമുണ്ട് കേട്ടാ. അപ്പോ പഠിക്കുന്ന കുട്ടികളല്ലേ എല്ലാവരും? ആണോ? ഞാൻ വിചാരിച്ചു പഠിക്കാത്ത കുട്ടികളാണ്. നീ അങ്ങനെ വിചാരിക്കും. നീ ആള് ശരിയല്ല. അപ്പൊ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാ പഠിക്കണേ? ബുദ്ധിയും തലച്ചോറും ഉപയോഗിച്ചല്ലേ പഠിക്കണേ? ആണോ? ഞാൻ വിചാരിച്ചു പുസ്തകവും കേനയും കൊണ്ടാണ് പഠിക്കുന്നത്. നീ അങ്ങനെ വിചാരിക്കും. അപ്പൊ പഠിക്കുന്ന കുട്ടികൾ ധാരാളം വെള്ളം കുടിക്കണം. എന്താ കാരണം? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ളത് തലച്ചോറിനാണ്. അല്ലേ? പിന്നെ എന്തിനാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ളത്? കുട്ടികൾ വെള്ളം കുടിക്കാൻ മടി കാണിക്കരുത് കേട്ടാ. മടിയാണ്. എന്താ മടി? അതാണ് മടി. അതിനെന്തിനാ? ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ആവശ്യത്തിൽ ബാത്റൂമിലും പോണം. അതുകൊണ്ടല്ല. പിന്നെ ബാത്റൂമിന്റെ അകത്ത് കയറിയ ബോധം കെട്ടി വീഴും. അതാണ് അവസ്ഥ. സാരമില്ല, അതിന്റെ കുഴപ്പം നമ്മൾ തന്നെയാട്ടോ. ഓരോ കുട്ടിയും ബാത്റൂമിനകത്ത് കയറിയാൽ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയിട്ട് മാത്രമേ പുറത്തിറങ്ങാവൂ കേട്ടോ. അങ്ങനെ ചെയ്താൽ നമ്മുടെ സ്കൂളിലെ ബാത്റൂം നമ്മുടെ വീട്ടിലെ ബാത്റൂം പോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കൂലേ? അപ്പോൾ നമ്മൾക്ക് വെള്ളം കുടിക്കാൻ ഒരു മടിയും തോന്നില്ല അല്ലേ? ധാരാളം വെള്ളം കുടിക്കണം, നല്ല ആരോഗ്യമുണ്ടാകും, തലച്ചോറ്. എന്താടാ ഇത്? ശരി. ഇങ്ങനെയെല്ലാം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന നമ്മുടെ കുടിവെള്ളം വേനൽക്കാലം ആകുമ്പോഴേക്കും വറ്റി അങ്ങ് പോയാൽ എന്ത് ചെയ്യും? വെള്ളം കുടിക്കണ്ടെന്ന് വെച്ചാൽ അത് പറ്റൂല. എന്ത് ചെയ്യും ടീച്ചറെ? ആരോടാ? വീടിനടുത്ത് നിൽക്കുന്ന കന്നഡ വെച്ച ടീച്ചറോടാ. കന്നഡ വെച്ച ടീച്ചറോടാണ്. ടീച്ചറുടെ പേരെന്താ? ടീച്ചർ ടീച്ചർ നല്ല പേരാട്ടോ. എച്ചമ്മാണ്. എച്ചമ്മാണോ? നമസ്കാരം. ഓക്കെ. ടീച്ചറെ എന്ത് ചെയ്യും? സാധാരണ കിണർ പറ്റിപ്പോയാൽ സാധാരണ ആളുകൾ എന്ത് ചെയ്യും? കിണറിന്റെ അടിയിൽ ഒന്നുകൂടി കുഴിക്കും അല്ലേ? അപ്പൊ വീണ്ടും വെള്ളം കിട്ടും. ആ വെള്ളം വീണ്ടും പറ്റിയ വീണ്ടും കുഴിക്കും. മിണ്ടൻ. വീണ്ടും പറ്റിയ അങ്ങനെ കുഴിച്ചു പോയാൽ നേരെ അമേരിക്ക ചെല്ലൂലേ? അപ്പൊ പറയാം. അപ്പൊ അങ്ങനെ കുഴിക്കുന്നതിനേക്കാൾ നല്ലത് കിണറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കിണർ വറ്റിപ്പോയിരിക്കാൻ കിണറ്റിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലേ? ഓക്കെ. അപ്പൊ കിണറ്റിലൊഴിക്കാനുള്ള വെള്ളം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ആരാ പറഞ്ഞ മഴ എന്ന് പറഞ്ഞത്? വാ കേറുവാ, ഇങ്ങോട്ട് കേറുവാ.
എടുക്കാൻ കുട്ടിയാട്ടോ. എടുക്കാൻ കുട്ടിയല്ലേ? പെട്ടെന്ന് പറഞ്ഞു മഴ അല്ലേ? കുട്ടിയുടെ പേരെന്താ? ആ ഉദയ സൂര്യ. ഇടിവിട്ട് പേരാട്ടോ. ഇടിവിട്ട് പേരല്ലേ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 4ാം ക്ലാസ്സിലാണോ? ആ. എത്ര കൊല്ലമായി? എടാ 1 മുതൽ 10 വരെ ഓരോ കൊല്ലം പഠിച്ചാ പോരെ? ആണോ? അയ്യോ എന്തേ? ഞാൻ 5ാം ക്ലാസ്സിൽ 5 കൊല്ലം പഠിച്ചതാ. അത് മണ്ടനായതുകൊണ്ടാ. താനാണ് മണ്ടൻ. ഏയ് വേണ്ട, കുട്ടിയോട് ചോദിക്കാം. ആ ചോദിക്കാം. ഉദയസൂര്യ അല്ലേ? ആ. ഓക്കെ. കുട്ടി കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടി പറയട്ടെ, കുട്ടി പറയട്ടെ. ആ കുട്ടി പറയും. ഇല്ലല്ലേ, കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ. എന്താ കല്യാണം കഴിക്കാത്തേ? എടാ അതിനുള്ള പ്രായമായിട്ടില്ല. എന്നോട് ചോദിച്ചില്ല, അങ്ങോട്ടിരുന്ന് പറഞ്ഞു. ആ ഞാൻ മിണ്ടുന്നില്ല. വലുതാകുമ്പോ കല്യാണം കഴിച്ചോളൂ. ആ അപ്പോ മഴവെള്ളം അല്ലേ? ആ ഉത്തരം കറക്റ്റാണ്. കറക്റ്റാണ്. എല്ലാരും കയ്യടി 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 കയ്യടി. ആ ഉദയസൂര്യക്ക് കയ്യടി അല്ലേ? അപ്പോ ഈ ആവശ്യത്തിന് മഴവെള്ളം കിട്ടുന്നുണ്ടോ നമ്മുടെ നാട്ടില്? കൂടുതലാണ്. കൂടുതലാണ് കേട്ടോ. 3000 മില്ലി മഴ ലഭിക്കുന്നു നമ്മുടെ കേരളത്തിൽ. ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഇത് എന്തോരം വെള്ളം ഉണ്ടെന്നല്ലേ? 3000 മില്ലി മഴ എന്ന് പറഞ്ഞാൽ 160 ഘന കിലോമീറ്റർ വെള്ളം. നമ്മളെല്ലാം മുങ്ങിപ്പോകാനുള്ള അത്രയും വെള്ളമുണ്ട്. ഒരു പ്രാവശ്യം ഒരാണ് മഴയായിട്ട് കിട്ടുന്നത്. ഇത്രയും വെള്ളം കിട്ടിയിട്ട് വേനൽക്കാലം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? കുടിവെള്ള സമരം സിന്ദാബാദ്, കുടിവെള്ള സമരം സിന്ദാബാദ്, കുടിവെള്ള സമരം സിന്ദാബാദ്. ഇതാണ് നമ്മുടെ അവസ്ഥയല്ലേ? ഇത് തന്നെയാണ് അവസ്ഥ. അതെല്ലേ? ഓക്കെ. നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടിയാട്ടോ. ഇരുന്നോളൂ ഇരുന്നോളൂ. ആ കുട്ടി പോയിക്കോളൂ പോയിക്കോട്ടോ. നല്ല കുട്ടിയാ. കയ്യടിച്ചെടുത്തേ കയ്യടിച്ചെടുത്തേ. ആ ഓക്കെ. അപ്പോ കുടിവെള്ള സമരം ഉണ്ടാകാറുണ്ടോ മാഡം? ഉണ്ടാകാറുണ്ടോ മാഡം? ആ മാഡത്തിന്റെ യൂണിഫോം കുട്ടികളുടെ യൂണിഫോമിനോട് മാച്ചാവുന്ന കളറാണല്ലോ. ആ കുട്ടികളുടെ യൂണിഫോമിനോട് മാച്ചാവുന്ന കളറാണ് മാഡത്തിന്റെ ഡ്രസ്സ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ മുഴുവനുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പഞ്ചായത്തിലും കേട്ടോ. കേരളത്തിലെ 941 പഞ്ചായത്തിലും. ആ ഇതിന് ധനസഹായം കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം. ആ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായമുണ്ട്, കേരള സർക്കാരിന്റെ ധനസഹായമുണ്ട്, നമ്മുടെ പഞ്ചായത്തിന്റെ ധനസഹായമുണ്ട്, പിന്നെ ജനപങ്കാളിത്തം. ജനപങ്കാളിത്തം. കുട്ടിയുടെ പേരെന്താ? സൗണ്ട് കുറവാ. സാരമില്ല സാരമില്ല. ആ അങ്ങനെ പറഞ്ഞാൽ മതി. ആ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെന്നാലും കിറ്റിയോട് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. എങ്ങനെയെന്നോ? ആ നിങ്ങൾ യൂട്യൂബ് കാണാറില്ലേ? യൂട്യൂബ് എടുക്കുക. യൂട്യൂബിൽ കിറ്റി ഡൈജസ്റ്റ് എന്ന് അടിച്ചാൽ കിറ്റിയുടെ ചാനൽ വരും. നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. താഴെ കമന്റ് ബോക്സിൽ കുറ്റം പറയാം. കുറ്റം പറയണോ? ഇത് ശരിയാവില്ല. കമന്റ് ബോക്സിൽ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ കിറ്റി വന്ന് മറുപടി പറഞ്ഞു തരും കേട്ടോ. കിറ്റിയുടെ അമ്മയുടെ പേര് അവന്റെ അമ്മയുടെ പേര് മമ്മി. അപ്പൊ അച്ഛന്റെ പേര് ഡാഡി എന്നായിരിക്കും. കറക്റ്റ് ആണല്ലേ? അപ്പോ അവർക്കൊരു പാട്ട് കൂടി പാടിക്കൊടുത്താൽ പോകാം. അവസാനം എന്താണ് ഒരു ബലപ്പെടുത്തം? നെയ്യപ്പം തട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യമാണല്ലേ? ശരി ശരി. നമ്മൾ എങ്ങനെ കുടിക്കണം? അതെല്ലാവർക്കും അറിയാട്ടോ. അതല്ല എടാ, കിണറ്റ് വെള്ളം തിളപ്പിക്കാത്ത വെള്ളം കുടിക്കാൻ പാടില്ലല്ലോ. ആ എന്താ കാര്യം? നമ്മുടെ 90% കിണറ്റ് വെള്ളത്തിലും കോളിഫോം ബാക്ടീരിയ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തിളപ്പിക്കാത്ത വെള്ളം കുടിക്കാൻ പാടില്ല. അതിനൊരു വഴി ചെയ്താൽ മതി. എന്താ? കിണറ്റിന്റെ അടിയിൽ കൊണ്ട് സ്റ്റൗ കത്തിച്ചാൽ മതി. കിണറ്റിന്റെ അടിയിൽ കൊണ്ട് സ്റ്റൗ കത്തിക്കണം. ഇനി ശരിയാവില്ല. കിണറ്റിലെ മുഴുവനും വെള്ളം ശുദ്ധീകരിക്കാൻ ക്ലോറിനേഷൻ ചെയ്യാം അല്ലേ? നിങ്ങൾ കിണറ്റിലോട്ട് എത്തി നോക്കിയിട്ടുണ്ടോ? ആണോ? അനുഭവം ഉണ്ടെന്ന് തോന്നുന്നു. അനുഭവം ഉണ്ട്. ആ ഇവൻ ഒരു പ്രാവശ്യം പറയണം അല്ലേ? ഇല്ലെങ്കിലേ എന്ത് പറ്റുമെന്നാ? ചില ആളുകളുണ്ട് കേട്ടോ, ഗ്രാമസഭ വിളിക്കുമ്പോ പോവില്ല. ഗ്രാമത്തില് പഞ്ചായത്തിൽ എന്തെങ്കിലും മീറ്റിംഗ് വിളിച്ചാൽ പോവില്ല. അവസാനം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അല്ലേ? അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. എല്ലാരും പറയില്ലേ? നല്ല കുട്ടികൾ. ക്യാപ്ഷൻ എടുക്കാം. ആ ഒരു ക്യാപ്ഷൻ എടുക്കാം കേട്ടോ. ഞങ്ങൾ പറയുന്ന ക്യാപ്ഷൻ നിങ്ങൾ ഏറ്റു പറയണം കേട്ടോ. എൻ്റെ സ്വന്തം കുടിവെള്ളം, എൻ്റെ സ്വന്തം ജലജീവൻ, ശുദ്ധമായ കുടിവെള്ളം ജലജീവൻ മിഷനിലൂടെ. ഉഷാറായില്ല. സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാണ്.
ഒരു കാര്യം ചെയ്യാം. ഞാൻ തന്നെ പറയാം, ഇയാള് പറഞ്ഞിട്ടാണ് ശരിയാകത്തെ. ആണോ? അന്ന് ഇയാൾ തന്നെ പറഞ്ഞു കൊടുക്ക്. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം, എല്ലാവരും 2 കൈകൾ ഇതുപോലെ ഹാപ്പി ആയോ? ആയി. എന്നാലും ഒരു കാര്യം അവർക്ക് മിമിക്രി കാണിച്ചു കൊടുക്കേ. കേക്കണില്ല, അയ്യോ കേക്കണില്ല. ഇപ്പൊ കേട്ടോ? കേട്ടു. നീ ചെവി കേട്ടൂടെ? പൊട്ടനാന്നോ? താനാണ് പൊട്ടൻ. ഏയ് വേണ്ട, കളിക്കരുത്. കളിക്കും. ആണോ? അപ്പോ ഈ ടീച്ചറെ പറയൂ. ടീച്ചർ പറയൂ, കാട്ടിലുള്ള ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞ ഇയാൾ അതിന്റെ സൗണ്ട് കാണിച്ചു തരും. ടീച്ചർ പറയുന്നില്ല. എന്താ പറയാത്തതെന്ന് വെച്ചാൽ ടീച്ചർ ഇതുവരെ മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല. ആണോ? അതുകൊണ്ടാണോ? സാരമില്ല, കണ്ണാടി നോക്കിയാ മതി. ഇവ ശരിയാവൂല. പാരയാണല്ല, ഞാനാണ് പാര. കാട്ട് കടുവ. ടീച്ചറാ? അല്ല, കടുവ. കടുവയാണല്ലേ? ഓക്കെ ഓക്കെ. ടീച്ചറോട് എന്താ ചോദിക്കാണ്ടോ? ടീച്ചർ കടുവേനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, കടുവ ടീച്ചറെ കണ്ടു കാണില്ല. കടുവ ടീച്ചറെ കണ്ടു കാണില്ലേ? ഇല്ല. അതെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ഇങ്ങനെ നിക്കുന്നേ. ആണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ? ചോദിക്കൂ. നമ്മൾ കാട്ടിലൂടെ പോകുമ്പോ പെട്ടെന്നൊരു കടുവ നമ്മുടെ മുമ്പിലേക്ക് ചാരി വീണാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, കടുവ തന്നെ ചെയ്തിട്ട് പോയിക്കോളും. ഒരു കാര്യം ചെയ്യും, കടുവയുടെ സൗണ്ട് കേട്ടോ, ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഒന്ന് കാണിച്ചേ. ഇതാണോ? ഇത് പൂച്ച. നന്നായിട്ട് കാണിക്കേ. ഇയാൾക്ക് കടുവയുടെ സൗണ്ട് കാണിക്കാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ടല്ലോ. പിന്നെ കടുവക്കും ജലദോഷം. കടുവക്കും ജലദോഷമാണോ? അതുകൊണ്ടാണ് സൗണ്ട് വരാതെ. ഈ പുറകിലൊരു മാഷ് മാസ്കും വെച്ച് കയ്യിലൊരു വടിയും പിടിച്ച് വരുന്നുണ്ട്. കയ്യിലൊരു വടിയും പിടിച്ച് വരുന്നുണ്ടല്ലേ? എന്തിനാ വടിയെന്ന് ചോദിച്ചേ? അതെനിക്കറിയാം. എന്തിനാ? അനുസരിക്കാത്ത കുട്ടികളെ ആ വടി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിക്കുമല്ലേ? മാഷേ അങ്ങനെ അടിക്കരുത് കേട്ടോ. മാഷെ അങ്ങനെ അടിക്കരുത് കേട്ടോ. അനുസരണക്കേട് കാണിച്ചാൽ സ്നേഹമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാം. അയ്യോ അങ്ങനെയല്ല. പിന്നെ വലിയൊരു തടിക്കഷ്ണം കൊടുന്നു. ഡിങ് ഡിങ് ഡിങ്. ഇവ ശരിയാവില്ല. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കിറ്റിയോട്? ചോദിച്ചോ. അയ്യോ എന്തെങ്കിലും ചോദിച്ചാ കിറ്റിയുടെ വിശേഷങ്ങൾ ചോദിക്കാം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നല്ല ചോദ്യം. കൈയടിക്കാത്തവർക്ക് ഇത് ശരിയാവില്ല. കൈയടിച്ചവർക്കും കൈയടിക്കാത്തവർക്കും ഞാൻ എൻ്റെ പേരിലും കിറ്റിയുടെ പേരിലും ജലജീവൻ മിഷൻ പദ്ധതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളെ TV-യിൽ കാണാറുണ്ടോ? ഇംഗ്ലീഷ് ചാനലിലും മലയാളം ചാനലിലും എല്ലാം ഞങ്ങൾ വരാറുണ്ട്. കിറ്റി മങ്കി എന്ന് കേട്ടില്ലേ? കേട്ട് കാണും. ഞാൻ കിറ്റി, മങ്കി. എന്റെ മാനം പോയി. നേരത്തെ പോയതാ. ശരി. അപ്പൊ ജീവിതത്തിന്റെ ഏതെങ്കിലും വ്യത്യസ്തമായ സാഹചര്യത്തിൽ വ്യത്യസ്തമായ ഏതെങ്കിലും സന്ദേശവുമായി നമുക്ക് നേരിട്ട് കണ്ടുമുട്ടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്ന് ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം വിനോദ് തർനാട് ആൻഡ് കിറ്റി. ഓക്കെ. ഇനി അടുത്ത സ്കൂളിൽ പോകാനുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയാണ്. ഓക്കെ, ബൈ. വെച്ചു കൊടുത്തു, അവന്റെ തലയിൽ വെച്ചു കൊടുത്തു. ഓക്കെ കൊടുത്തേക്ക്. നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടിയാ. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്കും ഷെയറും പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.